അത്ഭുതമായി തന്നെയാണ്. പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അൻവറിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത നീക്കം തന്നെയാണ്. മലപ്പുറത്ത് നിന്ന് മുബഷീറും ഇപ്പോൾ അഷ്കർ അലി കരിമ്പയും വിവരങ്ങളുമായുണ്ട്. മുബഷീർ, നാളത്തെ പൊതുയോഗം നാളെ വൈകിട്ടാണ് നടക്കാനിരിക്കുന്നത്. അതിനു മുമ്പ് DMK ഉള്ള ചർച്ചയിൽ ഒരു പൂർണ്ണ ധാരണയിലേക്ക് എത്തുക. ഇവിടെ അല്ലെങ്കിലും DMK സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്ന, ഒറ്റയ്ക്കും തെറ്റയ്ക്കും മത്സരിക്കുന്ന സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ അൻവറിൻ്റെ ഒരു പാർട്ടി, ആ പാർട്ടി DMKയുമായി സഹകരണം, ഇതാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. നാളത്തെ പൊതുയോഗത്തിൽ DMKയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടാകും എന്ന് തന്നെയാണോ മനസ്സിലാക്കാനാകുന്നത്? നിലവിലെ സാഹചര്യത്തിൽ അത്തരം വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. സ്മൃതി, അൻവറിൽ നിന്നും ഇത്തരമൊരു നീക്കം ഒരു പക്ഷേ പ്രതീക്ഷിച്ചതല്ല. എങ്കിലും DMK നേതാക്കളൊക്കെ തന്നെയായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് PV അൻവർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലെ ഒരു മലയോര മേഖലയാണ്, ഇങ്ങറ്റത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. വഴിക്കടവ് കഴിഞ്ഞാൽ, മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്ത് കഴിഞ്ഞാൽ, നാടുകാണിയും കഴിഞ്ഞാൽ പിന്നെ നീലഗിരി ജില്ലയാണ്, തമിഴ്നാടാണ്. ആ ഒരു മേഖലയിലൊക്കെ തന്നെ വലിയ സ്വാധീനമുണ്ട്, ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് അൻവറിൻ്റെ മുൻപേയുള്ള അവകാശവാദം. അൻവറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച വഴിക്കടവ് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, എടക്കര ഏരിയ കമ്മിറ്റി CPMന്റെ മുൻ അംഗവുമായിരുന്ന ഈ സുഗുവിനാണെങ്കിലും ആ ഒരു മേഖലയിലൊക്കെ തന്നെ വലിയ ബന്ധങ്ങളുണ്ടെന്നാണ് അവരുടെ തന്നെ അവകാശവാദം. അതുവഴി DMKയുമായി ഒരു അലയൻസ് ഉണ്ടാക്കിയെടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് പയറ്റി നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാവണം ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, വിശേഷം വന്യജീവി ആക്രമണമാണെങ്കിലും ആ മേഖലയിലൂടെയുള്ള ബൈപ്പാസിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉൾപ്പെടെയാണെങ്കിലും അൻവർ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടർച്ചയായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, അദ്ദേഹം മുന്നണിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നതിന് മുൻപ് മന്ത്രി AK ശശീന്ദ്രനുമായ ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. തന്റെ വാഹനം പല മേഖലകളിലായി നിർത്താൻ അനുവദിക്കാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ നിലയിൽ പെരുമാറുന്നു, മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. സ്വാഭാവികമായും നിലമ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് വന്യമൃഗശല്യം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നിലമ്പൂർ അങ്ങാടിയിൽ വരെ ആനയും അതുപോലെ തന്നെ മറ്റു വന്യമൃഗങ്ങൾ എത്തുന്നൊരു സാഹചര്യമുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വഴിയിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം, കുട്ടികൾക്ക് സ്കൂളിലോട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊന്നും തന്നെ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു നടപടിയും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുറച്ച് സ്ഥലം വിട്ടുതരാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടാൽ അത് തരാത്ത ആളുകളാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ കൃത്യമായൊരു സൂചന, അത്തരം വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ഈ സഖ്യം നീങ്ങുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വാസുവായിരുന്നു നൽകിയത്. അഷ്കർ അലി കരിമ്പിലേക്ക് കൂടി. അഷ്കർ, ഇപ്പോൾ സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം തേടിയിരിക്കുന്നു അൻവർ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നാളത്തെ യോഗത്തിൽ ഒരു DMKയുടെ പ്രതിനിധിയെ കൂടി പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനകളും ലഭിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ അതിലൊരു കൗതുകമുള്ളത്, ഇപ്പോൾ ഇടുക്കിയിലൊക്കെ DMK സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ DMK CPMനെ പിന്തുണയ്ക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇടുക്കിയിൽ. തമിഴ്നാട്ടിൽ തിരിച്ചും CPMന് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കേരളത്തിൽ മറ്റൊരു രൂപത്തിൽ DMKയുടെ പിന്തുണ കാണേണ്ടി വരുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണിപ്പോൾ അഷ്കറിന് അറിയാനാകുന്നത്? സ്മൃതി, മലയോര മേഖലയിലെ വന്യജീവി വിഷയമടക്കം നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് മലയാളികളാണെങ്കിലും അതുപോലെ തന്നെ തമിഴ് സ്വദേശികളായിട്ടുള്ള, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറി പാർത്തവരായ ഒരുപാട് ആളുകളുമുണ്ട്. അത് വയനാടിൻ്റെ അതിർത്തികളാണെങ്കിലും മലപ്പുറം ജില്ലയുടെ അതിർത്തികളാണെങ്കിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ അതിർത്തികൾ, മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള വിഭാഗം കൂടിയാണ് ഇവരടക്കമുള്ള ആളുകളെ കൂടി തൻ്റെ കൂടെ കൂട്ടുക എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് PV അൻവർ നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ PV അൻവറിൻ്റെ മകൻ റിസ്വാനാണ് ഈ ദൗത്യവുമായി തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിലെത്തിയ റിസ്വാൻ അവിടുത്തെ മന്ത്രി, DMKയുടെ മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ DMKയുടെ ഒരു നിരീക്ഷകനെ കേരളത്തിലെത്തിക്കാനും നാളത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുമായിരുന്നു PV അൻവറിനൊപ്പമുള്ള കേന്ദ്രങ്ങളും ശ്രമിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ആ നീക്കങ്ങൾക്കൊരു ചടുലത വഹിച്ചു. നേരത്തെ തന്നെ സെന്തിൽ ബാലാജിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയാണ് PV അൻവർ. ആ രീതിയിൽ തന്നെ ഒരു കൃത്യമായ ഒരു ഇടപെടലുണ്ടായി. സംസ്ഥാന നേതൃത്വമായി തമിഴ്നാടുള്ള DMKയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനോടൊപ്പം തന്നെ കേരളത്തിന് ചുമതലയുള്ള MM അബ്ദുള്ള അടക്കമുള്ള DMKയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കേരളത്തിന് ചുമതലയുള്ള MM അബ്ദുള്ള അടക്കമുള്ളവരുമായും ചർച്ച നടത്തുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചകളുടെ ശ്രമം PV അൻവർ നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനും തന്നെ ആ കൂടിക്കാഴ്ചയും നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ MK സ്റ്റാലിൻ എന്ന കേരളത്തിൽ മലയാളികൾക്കൊക്കെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള, കക്ഷി രാഷ്ട്രീയ
ഭേദമന്യേ തന്നെ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള MK സ്റ്റാലിൻ്റെ പിന്തുണയോടുകൂടി അതേ ചിത്രത്തോടുകൂടി PV അൻവർ തൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ്. PV അൻവർ നേരിട്ട് പോയി DMK ചേരുന്നതിന് പകരം സ്വീകരിച്ച നീക്കവും പ്രസക്തമാണ്. അതിന് PV അൻവർ നേരിട്ട് DMK ചേരുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയെ DMKയുടെ മുന്നണിയിൽ ഭാഗമാക്കുകയാണ് PV അൻവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ CPM-നെ പോലെ CPI പോലെ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും പോലെ തമിഴ്നാട് ഭരിക്കുന്ന DMKയുടെ ഒരു സഖ്യകക്ഷിയായി PV അൻവറുടെ പാർട്ടി മാറി എന്നുള്ളതാണ് അതിൻ്റെ ചിത്രം. അഥവാ തമിഴ്നാട് ആർക്ക് എങ്ങനെയൊക്കെ സ്വീകാര്യത ലഭിക്കുന്നു അതേ രീതിയിലേക്ക് PV അൻവറുടെ പാർട്ടിക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം മാത്രം പരിശോധിച്ചാൽ മതി. ഘടകകക്ഷികൾക്ക് അങ്ങേയറ്റം പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് MK സ്റ്റാലിൻ്റെത്. 40 സീറ്റുകൾ 9 സീറ്റുകളോളം കോൺഗ്രസിനും അതുപോലെ തന്നെ CPIക്കും CPM-നും ലീഗിനും അടക്കം കൃത്യമായ പ്രാതിനിധ്യം നൽകി ഘടകകക്ഷികൾക്കൊക്കെ തന്നെ വലിയ അവസരം നൽകിക്കൊണ്ടാണ് MK സ്റ്റാലിൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നേരിട്ടത്. അങ്ങനെയെങ്കിൽ കൃത്യമായി PV അൻവർ ഈ DMK മുന്നണിയുടെ ഭാഗമാകുന്നതോടെ PV അൻവറുടെ പാർട്ടിക്കും കൃത്യമായൊരു സ്പേസ് MK സ്റ്റാലിൻ നൽകുമെന്ന് തന്നെയാണ് PV അൻവർ കണക്കുകൂട്ടൽ. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിൽ ഏതൊക്കെ പ്രമുഖരായിരിക്കും പങ്കെടുക്കുക, ആരുടെയൊക്കെ പിന്തുണയായിരിക്കും PV അൻവറിനുണ്ടാവുക എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്നത്. അതിപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അതായത് ഇന്ത്യ മുന്നണിയുടെ ഒരു സഖ്യകക്ഷിയായ DMKയുടെ ഭാഗമായി നിന്നുകൊണ്ട് അൻവറിന്റെ പാർട്ടി വരുന്നു എന്ന വലിയ രാഷ്ട്രീയ നീക്കത്തിലേക്ക്, അതായത് ഒരുപക്ഷെ അടുത്തെങ്ങും കേരളം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോവുകയാണ് PV അൻവർ എന്ന് തന്നെ വിലയിരുത്തണം. ഒരു മണിക്കൂറിനകം ഇപ്പോൾ MK സ്റ്റാലിനെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായും DMKയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ പോലും ഈ പാർട്ടി പ്രഖ്യാപന വേദിയിലേക്ക് അയച്ചേക്കാം എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. വിനിത, ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സഖ്യകക്ഷി ആവുക എന്നുള്ള PV അൻവറിൻ്റെ പാർട്ടിയുടെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സഖ്യകക്ഷി ആവുകയാണെങ്കിൽ PV അൻവറിൻ്റെ പാർട്ടി പ്രഖ്യാപന വേദിയിൽ സ്വാഭാവികമായും DMKയുടെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ നമുക്ക് പങ്കെടുക്കുന്നത് പ്രതീക്ഷിക്കാം. അത് ആരായിരിക്കുമെന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. DMKയുടെ മന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ്റെ ഏറെ അടുപ്പക്കാരനായിട്ടുള്ള കഴിഞ്ഞ ദിവസം വീണ്ടും അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിപദം ഏറ്റെടുത്തിട്ടുള്ള സെന്തിൽ ബാലാജി കോയമ്പത്തൂരിൽ നിന്നുള്ള പാലക്കാട് ജില്ലയുടെ അടുത്ത് നിൽക്കുന്ന കോയമ്പത്തൂരിൽ നിന്നുള്ള പ്രമുഖ നേതാവ് കൂടിയാണ്. ആ സെന്തിൽ ബാലാജി ആയിരിക്കുമോ അത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് എത്തിയ PV അൻവറിന്റെ മകൻ റിസ്വാൻ ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തുന്നതും ഈ സെന്തിൽ ബാലാജിയുമായിട്ടാണ്. അതിനുശേഷമാണ് PV അൻവർ ഇന്ന് രാവിലെ നേരിട്ട് ചെന്നൈയിലേക്ക് എത്തുന്നു. ചെന്നൈയിലെത്തുന്ന PV അൻവർ DMKയുടെ സംസ്ഥാന നേതൃത്വമായും കേരളത്തിന് ചുമതലയുള്ള കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടൊക്കെ വലിയ തോതിൽ ചർച്ചകൾ നടത്തുന്നു. നേരത്തെയുള്ള അടുപ്പങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ PV അൻവർ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു. PV അൻവറിന്റെ വിഷയത്തിൽ മൗനം പാലിക്കാനും PV അൻവറിനെ പരിഗണിക്കാതെ തള്ളിവിടാനും CPM നോക്കുമ്പോൾ തള്ളിവിടാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ശക്തിയായി മാറാൻ അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിലൂടെ PV അൻവർ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. DMKയുടെ അല്ലെങ്കിൽ MK സ്റ്റാലിനെ പോലെയുള്ള ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന സെക്യുലർ സ്വഭാവമുള്ള ഒരു നേതാവായി അറിയപ്പെടുന്ന MK സ്റ്റാലിന്റെ പിന്തുണ PV അൻവർ ലഭിക്കുകയാണെങ്കിൽ കേരളത്തിലെ മതേതര വിഭാഗങ്ങളുടെ വോട്ട് കൂടി ഇല്ലെങ്കിൽ അവരുടെ പിന്തുണ കൂടി തനിക്ക് ഉറപ്പാക്കാൻ PV അൻവർ സാധിക്കും. മാത്രമല്ല PV അൻവർ ഏതെങ്കിലും വിധത്തിൽ UDF മുന്നണിയുടെ ഭാഗമാവുകയാണെങ്കിൽ PV അൻവറിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തു നിന്നുള്ള ആളുകൾക്കടക്കം അത് വലിയ അലോസരമുണ്ടാവും. പക്ഷേ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പിന്തുണയ്ക്കുന്ന MK സ്റ്റാലിൻ്റെ പിറകിലാകുമ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാവുന്ന കല്ലുകടി ഒരു പരിധിവരെ തടുക്കാനാകുമെന്ന വിലയിരുത്തൽ ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ CPM-ൻ്റെ അണികളെയും ലീഗിൻ്റെ അണികളെയും കോൺഗ്രസിൻ്റെ അണികളെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ സാമുദായിക സംഘടനകളെയൊക്കെ മറുപക്ഷത്തുമടക്കം എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ തൻ്റെ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കം PV അൻവർ നടത്തുന്നു. അതോടൊപ്പം മലയോര മേഖലയടക്കം കൃത്യമായ സാന്നിധ്യമുള്ള ഇല്ലെങ്കിൽ ഇടുക്കിയാണെങ്കിലും വയനാടാണെങ്കിലും മലപ്പുറത്തിൻ്റെ അതിർത്തി വരമ്പുകളിലാണെങ്കിലും ഇല്ലെങ്കിൽ മലപ്പുറത്തോട് ചേർന്ന് നടക്കുന്ന നീലഗിരി ആണെങ്കിലും കൃത്യമായുള്ള DMKയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഉദിക്കുന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ കൃത്യമായി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ശൃംഖല ഒരു ചങ്ങല ഒരുക്കിക്കൊണ്ട് ആ ചങ്ങലയുടെ ഒരു രാഷ്ട്രീയം PV അൻവർ ഇപ്പോൾ പയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. DMKയുടെ MK സ്റ്റാലിനെ പോലുള്ള ഒരാളെ തനിക്ക് ഗോഡ് ഫാദറായി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും CPM-ന് MK സ്റ്റാലിനെ പറയുന്നതിന് പരിധിയുണ്ട്, MK സ്റ്റാലിനെ പ്രതിരോധിക്കുന്നതിന് പരിധിയുണ്ട്. കാരണം CPM-ഉം CPI-യും അടക്കം മുസ്ലിം ലീഗ് അടക്കം ഇതേ MK സ്റ്റാലിൻ്റെ DMKയുടെ കീഴിൽ ഘടകകക്ഷിയാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് മുന്നണിയായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗം മാത്രമല്ല അവരൊക്കെ തന്നെ MK സ്റ്റാലിൻ്റെ കീഴിൽ ഘടകകക്ഷിയായി മത്സരിക്കുകയും അവരുടെ മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുകയും DMKയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് പ്രതിനിധികൾ എത്തിക്കുകയും ചെയ്ത പാർട്ടിയാണ്
CPM-ഉം CPI-യും മുസ്ലിം ലീഗും. അങ്ങനെയെങ്കിൽ PV അൻവർ ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കം നടത്തുമ്പോൾ DMK തള്ളിപ്പറയുക, MK സ്റ്റാലിനെ തള്ളിപ്പറയുക, ഉദയനിധി സ്റ്റാലിനെ തള്ളിപ്പറയുക എന്നതൊന്നും അത്ര എളുപ്പം സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് CPM-ലെ അണികൾക്കും ഇല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി അണികൾക്കും ഒരുപോലെ സ്വീകാര്യനാവുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമെന്ന് PV അൻവർ ആവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തോടെ കിടപിടിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ശക്തരായ ഒരു നേതാവിൻ്റെ പിന്നിൽ അണിനിരക്കാനും ആ നേതാക്കളുടെ പിന്തുണ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പിന്തുണയും ശക്തി കൂടി തനിക്ക് ഉപയോഗിക്കാനും PV അൻവർ ശ്രമിക്കുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം PV അൻവർ നടത്തിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് CPM-നെ ഇതിനെ പ്രതിരോധിക്കാനാവുക? അല്ലെങ്കിൽ CPM-ന്റെ കേഡർ വോട്ടുകൾക്കപ്പുറമുള്ള ഇടതുപക്ഷത്തിന്റെ അനുഭവ വോട്ടുകളെ നമുക്ക് വിലയിരുത്തണം.